ചെമ്പരത്തിനെ കൊണ്ട് നമ്മളെ തലമുടി വരെ വളർത്തുന്ന ഒരു സാധനമാണ് ചെമ്പരത്തി താളി അതാ ചക്കമരവും പിന്നെ ചക്കമരത്തിലുള്ള ഒരു കുരുമോളും ഒരുമിച്ച് മുളച്ചു വന്നത് നമ്മളെ പ്ലാവിന്റെ ഇലയാണ്. നമുക്ക് കുറച്ച് ഔഷധമുള്ള ഒരു ചെടിയാണ്. പിന്നെ ഹായ് ഹലോ ഗൈസ്, എൻ്റെ പേര് ജംഷീർ. എൻ്റെ ഫസ്റ്റത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും വളരെ സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ തറവാടാണ്. ഞാനാണ് ഇവിടെ നിന്നൊക്കെയാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ബ്ലോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. നമ്മളൊരു സീക്രട്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ ചക്കമരവും പിന്നെ ചക്കമരത്തിലുള്ള ഒരു കുരുമോളും ഒരുമിച്ച് മുളച്ചു വന്നത്. നമ്മൾ പഴക്കങ്ങൾ കാലങ്ങൾ ഇവിടെ ഇല്ല ഒരു സംഭവമാണ് നമ്മൾ ഈ ചക്കമരം എന്ന് പറയാനുള്ള ചക്കമരം ഇതായിരുന്നു. നമ്മുടെ തറവാട്ടിൽ ഫസ്റ്റ് ജനിച്ചു പോയ ഒരു മരമാണിത്. കണ്ട പറഞ്ഞ കണക്ക് നമ്മൾ പരിചയപ്പെടാത്തൊരു സാധനമാണ്. പിന്നെ നമ്മളെ കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നതും കേരളത്തിൽ കിട്ടാത്തൊരു മുതലാണ് നമ്മളെ. ഇപ്പം അതിൻ്റെ പേരിലൊരു സിനിമ വരെ ഇറങ്ങി, പാട്ട് വരെ ഇറങ്ങി. ചെമ്പരത്തി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ചെമ്പരത്തിനെ കൊണ്ട് നമ്മളെ തലമുടി വരെ വളർത്തുന്ന ഒരു സാധനമാണ് ചെമ്പരത്തി താളി അതാ ഇതൊക്കെ നമ്മളെ തറവാട്ടിൽ കാലാകാലം വർഷങ്ങൾ പഴക്കമുള്ളൊരു സാധനമാണ്. അതിപ്പോഴും നമ്മൾ അതിനെ കണ്ടിന്യൂ എടുത്തതാണ്. വീഡിയോകളിൽ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ സഖ്യമില്ല. ഇത് കുറെ കാലം വർഷങ്ങൾ കുറെ ആയി ഇത് നമ്മളിവിടെ ചെയ്തത്. കണ്ടാണോ, ഇതൊക്കെയാണ് നമ്മുടെ തറവാട്ടിൽ ഇപ്പം ഉണ്ടായ സാധനങ്ങളല്ല. കോഴിക്കോട് നമ്മളെ പണ്ടത്തെ നമ്മളെ ഇക്കാക്കൻ്റെ കോഴിക്കോടാണ്. ഇതാ കണ്ട, ഇതൊക്കെ നമ്മുടെ കുരുമോള് മുളച്ചത് നമ്മളെ സ്വന്തം കൃഷി ചെയ്ത കുരുമോൾ. ഇത് പ്ലാവിൻ്റെ. പിന്നെ നമ്മുടെ പഴയ പഴക്കമുള്ള ഒരു വീടാണ്. ഒരു പുതുക്കം ജനിച്ച പിന്നെ ഇതാണ് നമ്മുടെ പഴയ പണ്ടത്തെ ബാത്റൂമൊക്കെ. പിന്നെ ഇതാ കോഴിക്കൂടാണ്. പിന്നെ മേലെ കുറച്ച് പ്രാവിന്റെ കൂടുണ്ട്, കുറച്ച് കൃഷിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഒന്ന് ബന്ധപ്പെട്ടു. പിന്നെ പറയുന്നത് ഇത് നമ്മുടെ സ്വന്തം ഇക്കാക്കൻ്റെ ഒരു വീടാണ്. നമ്മൾ തറവാട് ഏരിയയിൽ തന്നെ പഴക്കം ചെയ്ത ഒരു പുതിയ പെരയാണ്. ഇത് കണ്ട, ഇതിപ്പം തുടങ്ങിയത് എത്ര കുറേ ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ ഇത് ഫുള്ളും ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതന്നെ നമ്മളെ തറവാടിന്റെ മുന്നിലുള്ള വീട്. നമ്മൾ ഇക്കാട്ടിനെ വെക്കുന്നത് ഇതാ നമ്മളെ വീടിന്റെ മുൻവശം. മുൻവശം ഇതൊക്കെയാണ് നമ്മൾ ഇക്കാട്ടിന്റെ വീടിന്റെ മുൻവശം. ഇതാണ് നമ്മുടെ പരിസരങ്ങൾ. എന്താ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കുറച്ച് പുറത്തെല്ലാം പോയിട്ട് വരുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീട്. കാക്കന്റെ പുതിയ വീടാണ്. ഇതെല്ലാം നമ്മുടെ പരിസരങ്ങള്. പിന്നെ ഇത് നമ്മൾ ഇവിടെ വന്നതിനെ കുറിച്ച് കുറച്ച് സാഹചര്യങ്ങളും കൊണ്ടെല്ലാം ഇവിടെ നമ്മൾ പണ്ട് ഒത്തൊരുമയോടെ ജീവിച്ചു പോയ കളിക്കൂട്ടങ്ങളെല്ലാം ഇവിടെയുണ്ട്. നമ്മളെ പ്ലാവിന്റെ ഇലയാണ്. നമുക്ക് കുറച്ച് ഔഷധമുള്ള ഒരു ചെടിയാണ്. പിന്നെ പറയുന്ന കണക്കിയതാ ഇത് നമ്മുടെ കുറെ കാലം വർഷങ്ങൾ പഴക്കമുള്ളൊരു മീനിന്റെ ഒരു അക്യൂരമാണ്. പിന്നെ കുറച്ച് മീനും കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ നമ്മുടെ പ്രാവിന്റെ കൂടും പിന്നെ ആടിന്റെ കൂടൊക്കെ ഇവിടെ കോഴിക്കൂടും. മൊത്തത്തിലൊരു ഫാം രീതിയിലാണ് ഇവിടെ നടത്തുന്നത്. കുറെ കാലമായി നമ്മൾ പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ കൊട്ടാരം. നമ്മുടെ പഴയ തറവാടൊക്കെ ആയതുകൊണ്ട് കുറേ പഴക്കങ്ങളുണ്ട്. അപ്പം അധികം ഇവിടെ നിൽക്കുമ്പോൾ അധികം നസ്റ്റോളജി കാര്യങ്ങളൊക്കെ അടിക്കും. പിന്നെയൊന്നും പറയാനില്ല. പിന്നെ പറയാൻ പറ്റുന്ന നമ്മളെ പനമരം കണ്ട, നമ്മൾ പുതിയതായിട്ട് നടത്തുന്നതാണ്. വളർന്നു വരുന്നതേയുള്ളൂ. ഇപ്പോഴത്തെ കുട്ടിക്കാലത്ത് പനമരമായിട്ട് പറയാനിതാ നമ്മുടെ തറവാട്ടിൽ ഇതാ പുതിയ നട്ടിരിക്കുന്ന ഒരു പനമരം. ഗായ്സ് ഇത് നമ്മുടെ സ്വന്തം ഇതാണ് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള ലാസ്റ്റ് അവസാനത്തെ ഒരു ഘട്ടമാണ്. ഇതിന്റെ അപ്പുറം എന്ന് വെച്ചാല് ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താ വെച്ചാല് കണ്ടവും കാര്യങ്ങളും നമ്മള് വയൽ തോട്ടം തന്നെ പറയാം, കൃഷിത്തോട്ടം തന്നെ പറയാം. നെല്ല് നമ്മള് ഓരോ അരി മണി അരി എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. അതിപ്പോ നമുക്ക് പറയാന്ന് വെച്ചാൽ ഇപ്പം പറയാൻ പറ്റൂല. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെയ്യാൻ. പിന്നെ കൊക്കും കാര്യങ്ങളും മൊത്തത്തിലുള്ള ഒരു കൃഷിയുണ്ട് അവിടെ നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ വെച്ചാൽ ഇത്ര നമുക്ക് ഇപ്പൊ പറയാനുള്ളത്. അങ്ങോട്ടേക്കാണ് ആ ഏരിയ ആണ്. അതൊന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ അടുത്ത വീഡിയോയിലായിരിക്കും ഈ സംഭവമൊക്കെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. മൊത്തം പരിചയപ്പെടുത്താനുണ്ട്. ഇത് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട്
ഇനി അടുത്ത തുടർച്ചയായി നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഓരോ പരിശ്രമങ്ങളും നമ്മൾ ചെയ്യേണ്ടതല്ലേ. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. പറഞ്ഞ കണക്ക് നമ്മുടെ തെങ്ങിന്റെ ഒരു കൃഷിയായിട്ട് നമ്മൾ പുതിയതായിട്ട് തെങ്ങിന്റെ കൃഷി നമ്മൾ മൊത്തം തെങ്ങിന്റെ കൃഷിയായിട്ട് നടാനുള്ള ഒരു പ്ലാനിങ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടാ. തെങ്ങിന്റെയും പിന്നെ എന്താ പറയാ വായന്റെ ഒക്കെ പുതിയ കൃഷികളായിട്ട് നമ്മൾ ഇവിടെ തുടരുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഈ സ്ഥലം വെച്ച ഒരു കൃഷിത്തോട്ടം ആക്കാനുള്ള ഒരു പ്ലാനിങ് നമ്മളുള്ളത്. പിന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ ഏരിയയിൽ നമ്മുടെ തറവാട്ടിൽ പണ്ട് കാലത്ത് കണ്ടു വളർന്ന സാധനങ്ങൾ ഇപ്പോഴും തുടർന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ കരികോയി എന്ന് പറയും അതിനെ. പിന്നെ കുറച്ച് പ്രാവലുണ്ട്, അതെല്ലാം മെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ ആട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മളെ തൊട്ടപ്പുറത്തുള്ളൊരു തോട്ടമുണ്ട്, കൃഷിത്തോട്ടം. അവിടെ ഈ പൂത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കുന്നതായിരിക്കും. അവിടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. പോരെ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും മാങ്ങകളും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് ഈ സമയത്തൊക്കെ നല്ലൊരു മാങ്ങ അച്ചാറൊക്കെ ആക്കി നമ്മുടെ ഈ നോമ്പ് തുറക്കും എന്താ പറയാ ബിരിയാണിക്കൊക്കെ മാങ്ങ അച്ചാറൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മളിത് സ്വന്തം നമ്മുടെ സ്ഥലത്ത് തന്നെ ഉണ്ടായത് കണ്ണിമാങ്ങ എന്ന് പറയും ഇതിന്. കണ്ണിമാങ്ങ അച്ചാറെല്ലാം ആക്കി നമ്മ ആ കണ്ണിമാങ്ങ അച്ചാറൊക്കെ കൂട്ടി ആ ബിരിയാണിയൊക്കെ കൂട്ടി നക്കി തിന്നുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലേ, അതൊക്കെയാണ്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ. അപ്പോ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ആയി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിതാ എൻ്റെ ഓരോ കണ്ണിമാങ്ങകളും നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഇല്ലു ഗൈസ് ഞാൻ പറയാനുള്ളത്.